എൻ്റെ പേര് ദേവനന്ദ. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സുരേഷ് ബാബു സതി എന്നിവരുടെ മകളാണ് ഞാൻ. എനിക്കൊരു ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പോൾ ബീഹാറിൽ BSc ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. 1 മുതൽ 10 വരെ മലയാളം മീഡിയം സ്കൂളുകളിൽ പഠിച്ച കുട്ടിയാണ് ഞാൻ. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് സ്ട്രീമായിരുന്നു പഠിച്ചത്. VVM HSS മാറാക്കര സ്കൂളാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആഗ്രഹം ഇന്ത്യൻ യൂണിയൻ സിവിൽ സർവന്റ് ആവുക എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തെയും ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തെയും അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രത്തെയും സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കും സമൂഹത്തിനും പ്രചോദനമാവുന്ന രീതിയിൽ ജീവിതത്തെ നയിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതോടൊപ്പം കൂടുതൽ അറിവ് നേടിക്കൊണ്ടിരിക്കുക, നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും എല്ലാ സ്കിൽസും വർക്കൗട്ട് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ സിവിൽ സർവീസ് ചൂസ് ചെയ്യുന്നതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് വായനയാണ്. ഞാൻ കൂടുതലായിട്ടും എല്ലാ തരത്തിലും ഉള്ള വായന ഉണ്ട്. എന്നിരുന്നാലും തിരഞ്ഞെടുത്ത് കൂടുതലായിട്ടും വായിക്കുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നോവൽസും മറ്റ് ജീവചരിത്രങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കവിതയും നന്നായിട്ട് വായിക്കാറുണ്ട്, പോയട്രിയും നന്നായിട്ട് വായിക്കാറുണ്ട്. എൻ്റെയും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെയും അനുഭവങ്ങളെ ഒപ്പം അവരുടെ ജീവിതത്തെയൊക്കെ കവിതയിലൂടെ ഞാൻ ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് പലപ്പോഴും കോൺഫിഡൻസ് താഴെ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയങ്ങളാണ് ഞാൻ ഡോക്ടർ TPSന്റെ വീഡിയോസ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അതിൽ ഒരുപാട് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും എങ്ങനെയെല്ലാം പഠിക്കണം, എന്തൊക്കെ നമുക്ക് പഠനത്തിലൂടെ നേടാൻ കഴിയും എന്നുള്ള കുറേ വീഡിയോസ് കാണുന്നതിലൂടെയാണ് ഡോക്ടർ TPSനെ ഞാൻ കൂടുതലായിട്ട് അറിയുന്നതും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അനന്തമായ അറിവിനേക്കാൾ അതോടൊപ്പം തന്നെ യുവത്വത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടും അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും ഇൻവെസ്റ്റ്മെന്റും ഒക്കെയാണ് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിവിൽ സർവന്റ് ആവുക എന്നുള്ളൊരു യാത്രയിൽ ഡോക്ടർ TPSനെ ചൂസ് ചെയ്യാനുള്ള കാരണവും ആയിട്ട് മാറിയിട്ടുള്ളത്. ഡോക്ടർ TPSന്റെ കീഴിലുള്ള ശിക്ഷ ജ്ഞാനം എന്ന് പറയുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ അക്കാദമിക് ആയിട്ടും പേഴ്സണലായിട്ടും പ്രൊഫഷണലും ആയിട്ടുള്ള ഒരുപാട് സ്കിൽസും കമ്മിറ്റ്മെന്റും അതുപോലെ ഇൻസ്പിറേഷനും എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോസിലൂടെയും ആദ്യത്തെ ഇന്ററാക്ഷനിലൂടെയും എല്ലാം ആ ഒരു വിശ്വാസം എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിലെ എല്ലാ സെഷൻസിലും ആക്ടിവിറ്റീസിലും സിൻസിയറായിട്ട് ഇൻവോൾവ് ആവാനും അത് ഭംഗിയായി ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ തലമുറയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ, അതിനേക്കാൾ ഉപരി ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ ഡോക്ടർ TPSന്റെ വീഡിയോകളുടെയും അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം സെഷൻസിന്റെയും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് പുറമേ നിന്ന് ലഭിക്കുന്ന ഒരുപാട് അറിവുകളാണ് അദ്ദേഹത്തിന്റെ 1-2 വീഡിയോയിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള സ്റ്റുഡൻസിന്, ഈ യൂത്തിന് ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പൊട്ടൻഷ്യലും തിരിച്ചറിയാനും നമ്മുടെ സ്കിൽസ് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ എന്താണ് വേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഡോക്ടർ TPSന്റെ ഒരു സെഷനുകളും വീഡിയോസും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ബോധ്യമാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോഴും അതിന് കമന്റ് ചെയ്യുമ്പോഴും ഒന്നും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമെന്നോ അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പ് ഞാൻ ചൂസ് ചെയ്യുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും ഒരു കോൺഫിഡൻസ് താഴെ പോയി, ഇനി എന്താണ് കറക്റ്റ് വഴിയാണോ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ, അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ആദ്യം ചൂസ് ചെയ്തതും ഡോക്ടർ TPSനെ തന്നെയാണ്. ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മെന്റർഷിപ്പ് ലഭിക്കുക എന്നുള്ളതിലും. തീർച്ചയായും ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.